ഹലോ ഓൾ, നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഒരു പുസ്തകം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഓൺട്രപ്രണേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്കാണ്. ഓൺട്രപ്രണേഴ്സ് ആവണമെന്നില്ല, അതാവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, അതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇടുന്ന, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഉള്ളിൽ ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. നിങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ആ ഒരു ജേണിയിൽ നല്ല രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ നിങ്ങളോട് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് നിഷാൽ എന്നാണ്. മൈൻഡ്, മണി, മാനർ, മൂവ്മെൻറ്റ്, ഈ 4 കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ഈ ഒരു ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ബിഗിൻ. സോ നമ്മളെ ബുക്ക് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഫൗണ്ടേഴ്സ് ഓഫീസ് എന്നുള്ള ഈ ഒരു പുസ്തകമാണ്. ആക്ച്വലി ഈ പുസ്തകം എൻ്റെതല്ല കേട്ടോ. കാരണം ഈ ഒരു പുസ്തകം ഞാൻ ഓഫീസിൽ നമ്മൾ പോയ സമയത്ത് നമ്മൾ ഡയറക്ടേഴ്സിൻ്റെ ക്യാബിനിൽ കണ്ടൊരു പുസ്തകമാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഫൗണ്ടേഴ്സ് ഓഫീസ് എന്നുള്ള പേര് കണ്ടിട്ട് കൗതുകത്തിന് മുകളിൽ എടുത്ത ഒരു പുസ്തകമാണ് വായിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കിയ സമയത്ത് ഈ പേര് നോക്കി, സാർത്ഥക് അഹൂജ എന്ന് കണ്ട സമയത്ത് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളൊരു പേരാണ്. കാരണം എവിടുന്നാണ് ഏതാണെന്ന് നോക്കി മനസ്സിലാവില്ല. അങ്ങനെ ഈ ഒരു ഓഥറിൻ്റെ പേര് നോക്കി ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസറാണ്. ആൾ ആക്ച്വലി ഇൻഫ്ലുവൻസർ അല്ല, ആളൊരു ഓൺട്രപ്രണറാണ്. കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ട് ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. അപ്പോൾ അവിടുന്ന് ആൾക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് നോളജൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു പേജ് ആക്കുന്നുണ്ട്. അപ്പം ആ ഒരു പേജ് ഞാൻ ഓൾറെഡി ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്, സാർത്ഥക് അഹൂജൻ്റെത്. സോ നമ്മൾ ഈ ഒരു ബുക്കിൻ്റെ പേര് എന്ന് പറയുന്നത് ഫൗണ്ടേഴ്സ് ഓഫീസാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ പേര്. പിന്നെ ഇതിലെ ഈ ഒരു പുസ്തകത്തിൻ്റെ കോട്ടിലിനോട് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, 150+ ഇമ്പാക്ട്ഫുൾ ലെസൺസ് ടു ഡ്രൈവ് ബെറ്റർ ബിസിനസ് റിസൾട്ട്. നമ്മളെ ബിസിനസ്സിൽ നമ്മളെ റിസൾട്ട് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു 150 ലെസൺസ്, 150+ ലെസൺസ് ആണ് ഈ ഒരു പുസ്തകത്തിലുള്ളത്. ഈ ഒരു പുസ്തകത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൽ അദ്ദേഹത്തിൻ്റെ വേറൊരു പുസ്തകത്തിനൊരു മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡെയിലി കോഫി ആൻഡ് സ്റ്റാർട്ടപ്പ് ഫണ്ട് റൈസിംഗ് എന്നുള്ള. അതിനുശേഷം ഇവിടേക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഈ ഒരു പുസ്തകത്തിൽ കണ്ടത്, എനിക്ക് ഈ ഒരു പുസ്തകം ഇതുവരെ ഞാൻ ഫുള്ള് വായിച്ചിട്ടില്ല. ഈ ഒരു പുസ്തകം എനിക്കൊന്ന് വാങ്ങിയ ആരും ചിലപ്പോൾ മേ ബി ഫുള്ള് വായിച്ചിട്ടുണ്ടാവില്ല. കാരണം ഈ ഒരു പുസ്തകം സ്ട്രക്ചർ ചെയ്തത് ആ രീതിയിലാണ്. ഇതിൽ ലെസൺ 1, ലെസൺ 2, ലെസൺ 3 അങ്ങനെയുള്ള പാറ്റേൺ അല്ല. ഇതിൽ 150 ലെസൺ ഉണ്ടെങ്കിൽ 150 ഇൻഡിവിജ്വൽ നോളജ് അല്ലെങ്കിൽ 150 ഇൻഡിവിജ്വൽ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുക. ഫോർ എക്സാമ്പിൾ, ഈ ഒരു പുസ്തകത്തിന് 5 പാർട്ടായിട്ടാണ് ആക്ച്വലി ഇവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് ലീഡർഷിപ്പിനെ പറ്റിയിട്ടാണ്, അതിലെ ഡിസിഷൻസ് എടുക്കുന്നത് അതിനൊക്കെ പറ്റിയിട്ടാണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മളെ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ട്, നമ്മളെ ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഫൈനാൻഷ്യലി ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് സെക്കൻഡ് പാർട്ടിൽ. തേർഡ് പാർട്ടിൽ കൊടുത്തിട്ടുള്ളത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ ബിസിനസ്. ഓക്കെ, നമ്മളെ ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ട് അദ്ദേഹം പാർട്ട് 3 പറയുന്നുണ്ട്. പാർട്ട് 4 വരുന്ന സമയത്ത് സ്റ്റാർട്ടപ്പ് നോട്ട്സ്, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആൾക്കാരെ എങ്ങനെ ബിൽഡ് ചെയ്യണം, അതിൽ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ആ ഒരു പാർട്ടിൽ കൊടുത്തിട്ടുള്ളത്. ഫിഫ്ത്ത് പാർട്ടിൽ നമുക്കിതിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളതാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഓരോ പാർട്ടിലും ഓൾമോസ്റ്റ് ഒരു 30 അല്ലെങ്കിൽ 35ഓളം ലെസൺസ് ഓരോ പാർട്ടിലും ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തന്നെയാണ്. കാരണം എനിക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു സംഭവം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ലീഡർഷിപ്പ് എന്ന് തോന്നുന്നത്, ലീഡർഷിപ്പിൻ്റെ പോർഷൻസ് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അപ്പോൾ അതിൽ ലെക്കിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ലീഡർഷിപ്പിൽ നമ്മൾ ഓരോ എക്സാമ്പിൾസ് കണക്ട് ചെയ്തും കൊണ്ട് പറയുന്നുണ്ട്, അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഫൈനാൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള ഓരോ ബിസിനസ്സിലുള്ള ഇമ്പോർട്ടൻറ്റ് ടേംസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് പറയുന്ന ഒരു പുസ്തകമാണ് ഈ ഒരു ഫൗണ്ടേഴ്സ് ഓഫീസ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജോ കാര്യങ്ങളൊന്നുമല്ല യൂസ് ചെയ്യുന്നത്. ഇതിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ബുക്കിൽ യൂസ് ചെയ്തത്. നമുക്കൊക്കെ വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഒരു പുസ്തകം കംപ്ലീറ്റ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വായിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സാണ്, നമ്മൾ ചിലപ്പോൾ ഞാനൊക്കെ പണ്ട് ഗൂഗിളിൽ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നതാണ് ബെസ്റ്റ് ബുക്ക് ഫോർ ബിസിനസ് മാൻ അല്ലെങ്കിൽ ബെസ്റ്റ് ബുക്ക് ഫോർ ഓൺട്രപ്രണേഴ്സ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പുസ്തകമാണ് ഈ ഒരു ഫൗണ്ടേഴ്സ് ഓഫീസ് എന്ന് പറയുന്നത്. ഇതിന് ഓൾമോസ്റ്റ് ഒരു 500 റുപ്പീസിൻ്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ എക്സ്പെൻസീവ് അല്ല, കാരണം അത്രയും നോളജ് നമുക്ക് ഇതിൽ കിട്ടും. അതെന്തായാലും ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം അതിലിപ്പോൾ ഞാൻ ഓരോരോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഫ്രീ ടൈം, ഇതിനായിട്ട് ഞാൻ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല ഇതുവരെ. നമ്മളിങ്ങനെ ഫ്രീ ടൈം ഉള്ള സമയത്ത് ജസ്റ്റ് ഇതിലിങ്ങനെ കവർ പേജ് ഇങ്ങനെ വായിച്ച് നോക്കും, നമ്മൾ ഇൻഡെക്സ് ഇങ്ങനെ നോക്കും. അത് നോക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ടോപ്പിക് എടുത്തിട്ട് എന്താക്കും ഞാൻ വായിക്കും. ആ ഒരു രീതിയിലാണ് ഒരു പുസ്തകത്തിനെ കണ്ടിട്ടുള്ളത്. അല്ലാണ്ട് ബുക്ക് ഫുള്ളൊന്നും ഞാൻ വായിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, മേ ബി ചിലപ്പോൾ എപ്പോഴെങ്കിലും ഞാൻ വായിച്ചേക്കാം. ബട്ട് ഇപ്പം ഞാൻ കറൻ്റ്ലി ആ ഒരു രീതിയിലാണ് ഒരു പുസ്തകത്തിനെ കാണുന്നത്. എനിക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ അല്ലെങ്കിൽ ഒരു ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് ഒരു പുതിയ നോളജ് വേണമെന്നുള്ള ലെവലിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പം മാർക്കറ്റിങ്ങിൻ്റെ ഒരു പോർഷൻ എടുക്കും. പാർട്ട് 3 മാർക്കറ്റിംഗ്. ഞാൻ നോക്കും. അതിൽ നോക്കുന്ന സമയത്ത് 99(1) റൂൾ ഫോർ ഓൺലൈൻ കമ്മ്യൂണിറ്റീസ്, ആ ഒരു റൂളാണ്. അപ്പോൾ എനിക്ക് ക്യൂരിയോസിറ്റി, ഓക്കെ ഇതെന്ത് റൂളായിരിക്കും ക്യൂരിയോസിറ്റി. അപ്പോൾ ഞാൻ ആ റൂൾ എടുത്ത് വായിക്കും. മേ ബി ചിലപ്പോൾ അത് എനിക്ക് എൻ്റെ ഓൺലൈൻ കോഴ്സിൽ ഉണ്ടാക്കാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് ഞാനൊരു ബുക്കിനെ കാണുന്നത്. നിങ്ങളും ആ രീതിയിൽ തന്നെ കണ്ടാൽ മതി. ബട്ട്
ഒരു ബിസിനസ്മാനാണ്, ഒരു ഓൺട്രപ്രണറാണ്, എന്തെങ്കിലും ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ എന്തായാലും ഉപയോഗപ്പെടുന്ന ഒരു പുസ്തകമായിരിക്കും ഫൗണ്ടേഴ്സ് ഓഫീസ്. എല്ലാവരും ഒന്ന് വായിച്ച് നോക്കാം. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അതുവഴി വാങ്ങാം, പറ്റുമെങ്കിൽ അതുവഴി വാങ്ങാം, കാരണം നമുക്കൊരു ചെറിയൊരു പേയ്മെൻറ്റ് കിട്ടും. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിൽ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴത്ത് നിന്നാക്കാം, ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബുക്ക് ഓൺട്രപ്രണേഴ്സിനൊക്കെ സജസ്റ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാവിയിലെ ഓൺട്രപ്രണേഴ്സിനും ബിസിനസ്മാനൊക്കെ സജസ്റ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റിൽ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇതുപോലെ വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.